ഹായ് എവരിവൺ. നമുക്കിന്ന് ഒരു പുതിയ ഒരു ടോപ്പിക്കിലേക്ക് വരാം. ഞാന് ബാഡ് ഡെറ്റ്സിന്റെ ഒരു അക്കൗണ്ട് വർക്കൗട്ട് ചെയ്ത അതിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ബാഡ് ഡെറ്റ്സ് അക്കൗണ്ടും പ്രൊവിഷൻസ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നേ ആ കാര്യങ്ങൾ പോലും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പ്രയാസം വരും. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം ഞാനിത് എന്റെ സ്റ്റുഡൻസിനുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്ത ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയറാണ്. എന്താണ് ഈ ബാഡ് ഡെറ്റ്? എപ്പോഴാണ് ഇത് അറൈസ് ചെയ്യുന്നത്? എന്തിനാണ് പ്രൊവിഷൻ കൊടുക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്? ഇതെന്താ ഇതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ്? നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കൺഫ്യൂഷനും നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുന്നത് ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ്. ട്രയൽ ബാലൻസിൽ കുറച്ച് ബാഡ് ഡെറ്റ് തരുന്നു. മീൻസ് ട്രയൽ ബാലൻസിൽ ഒരു ബാഡ് ഡെറ്റ് തരുന്നു. അഡ്ജസ്റ്റ്മെന്റിൽ ഫർദർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് തരുന്നു. ട്രയൽ ബാലൻസിൽ ഒരു പ്രൊവിഷൻ തരുന്നു. അഡ്ജസ്റ്റ്മെന്റിൽ ഒരു പ്രൊവിഷൻ തരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തരുന്നു. അപ്പൊ പലപ്പോഴും ഇതിന്റെ ഒരു കാൽക്കുലേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര പ്രയാസം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഇതിന്റെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു സൈഡ്, ലോജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആൻഡ് ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ഓരോ കേസുകൾ അത് ട്രയൽ ബാലൻസിൽ വന്നാൽ എങ്ങനെ, അഡ്ജസ്റ്റ്മെന്റിൽ വന്നാൽ എങ്ങനെ, രണ്ടും കൂടെ ട്രയൽ ബാലൻസിലും അഡ്ജസ്റ്റ്മെന്റിലും വന്നാൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ എക്സാമ്പിൾസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. കാര്യം പലപ്പോഴും ഫൈനൽ അക്കൗണ്ട്സ് വരുമ്പോഴത്തേക്കും എക്സാം പോയിന്റിൽ വരുമ്പോഴത്തേക്കും കുറച്ച് കൺഫ്യൂസിങ്. ഇത് കാണുമ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ആലോചന പോലും വരും. നമുക്ക് ടെൻഷൻ ഒന്നും വേണ്ട. നമുക്കിതിനെ ഒന്ന് വളരെ സുതാര്യമായിട്ട് വളരെ എന്താ പറയുന്നെ ലോജിക്കലായിട്ട് ഒന്ന് ചിന്തിക്കാം. ഉം. ഇത് ആക്ച്വലി ഡെറ്റേഴ്സിന്റെ 3 വകഭേദങ്ങളാണ്. We can classify the debtors into 3 major categories: bad debts, doubtful debts, good debts. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാര്, അവരെല്ലാവരും കമ്പനിക്ക് പൈസ കൊടുക്കും എന്നൊന്നും കമ്പനി വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഒരു കൂട്ടുകാരൻ നമ്മളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ തരാനും തരാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. 10 കൂട്ടുകാർക്ക് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10ൽ ഒരാൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചു തരില്ല. 9 പേരുടെ കാര്യത്തില് അതില് ചിലപ്പോ ഒരു 2% ആൾക്കാര് തരാൻ സാധ്യതയില്ല. അതായത് 1 2 പേര് ചിലപ്പോ അതില് തരാനായിട്ടുള്ള സാധ്യതയില്ല. ബാക്കി ആൾക്കാര് നമുക്ക് തരുമായിരിക്കും. അല്ലെങ്കിൽ തരാനുള്ള സാധ്യത തന്നിരിക്കും. അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. കമ്പനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡെറ്റേഴ്സ് എന്ന് പറയുന്ന മൊത്തം ഉള്ള ക്ലാസ്, ആ കാറ്റഗറിയില് ഒട്ടും തരത്തില്ല എന്ന് പറയുന്നവന്മാരുണ്ട്. അവരെയാണ് നമ്മൾ ബാഡ് ഡെറ്റ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു രീതിയിലും നമുക്ക് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാര്, തരുന്ന ആൾക്കാരുമുണ്ട്, തരാൻ സാധ്യതയുള്ളവരും കൂടെ കൂടിയുള്ള ഒരു കാറ്റഗറി ആവുകയാണ്. തരാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്, അക്കൗണ്ടിങ്ങിന്റെ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, വി ക്യാൻ ആന്റിസിപ്പേറ്റ് ഓൾ ദി ലോസസ് ബട്ട് വി കനോട്ട് ആന്റിസിപ്പേറ്റ് ഓൾ ദി ഇൻകംസ്. നഷ്ടങ്ങളെ മുൻകൂട്ടി കാണാനായിട്ടുള്ള എല്ലാ സാഹചര്യവും കമ്പനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാഭം കണ്ടുപിടിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതിനെ എഴുതിക്കളയാം. ഹെൻസ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് നമുക്ക് പ്രൊവിഷൻ വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു എമൗണ്ട് പോലും നമുക്ക് തരില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ₹1 പോലും കിട്ടില്ല. ഇർറിക്കവറബിൾ പോർഷൻ ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഇർറിക്കവറബിൾ പോർഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ കമ്പനിക്ക് കൃത്യമായിട്ടും ലോസ് എന്ന് തന്നെ വിളിക്കാൻ പറ്റും. ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് എവിടെയാ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? നഷ്ടങ്ങളെ എല്ലാം എഴുതി കളയാനുള്ള ഒരു അക്കൗണ്ടാണ് നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഡൗട്ട്ഫുൾ ഡെറ്റ്സിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെയാണ് ഞാൻ പറഞ്ഞത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഹെൻസ് വി ക്യാൻ ഈസിലി മേക്ക് ദി പ്രൊവിഷൻ. ഇത് നമ്മുടെ പ്രൂഡൻസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്.
നഷ്ടത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതായത് തരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. തരാതിരുന്നാൽ അത്രയും നഷ്ടമാണ്. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി ഒന്ന് മാറ്റിവെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം ഗുഡ് ഡെറ്റിന്റെ കാര്യത്തിലെ കുറിച്ച് പോവാം. അതായത് സംശയമുള്ളവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ കംപ്ലീറ്റും ആരായിരിക്കും? കമ്പനിക്ക് എമൗണ്ട് കൊടുക്കാൻ സാധ്യതയുള്ള ഡെറ്റേഴ്സ് ആണ്. ഓക്കെ, അവർക്കാണ് നമ്മൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വാല്യൂ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഡെറ്റേഴ്സിന് 52,000 ആണ് ഡെറ്റേഴ്സിന്റെ വാല്യൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2,000 രൂപയുടെ ബാഡ് ഡെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി എത്ര രൂപയുടെ ഡെറ്റേഴ്സെ തരാനും തരാതിരിക്കാനും സാധ്യതയുള്ള ആൾക്കാരും ഉറപ്പായിട്ടും കിട്ടുന്ന ആൾക്കാരും എന്നുള്ള രീതിയിൽ എത്ര രൂപയിലുള്ള ഡെറ്റേഴ്സ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് മക്കളെ? 52,000 മൈനസ് 2,000, ബാക്കി വരുന്ന 50,000 രൂപയുടെ ആൾക്കാര് തരാൻ സാധ്യതയുള്ളവരുമുണ്ട്, തരാനും തരാതിരിക്കാനും സാധ്യതയുള്ളവരുമുണ്ട്. മേ ഓർ മേ നോട്ട് ബി പെയ്ഡ്. അങ്ങനെയാണ് ഈ 50,000 രൂപയിലെ എത്രയോ ശതമാനം ആൾക്കാർ തരില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് കമ്പനിയുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവര് ഒരു റേറ്റ് പറയുന്നു. നമുക്ക് ഈ കേസിൽ ഒരു 5% ആണ് റേറ്റ് എങ്കിൽ എത്രയായിരിക്കാം നമ്മൾ വെക്കേണ്ട പ്രൊവിഷൻ? 50,000. അപ്പൊ ഇവിടെ ഞാൻ ഒരു ഫോർമുല ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യമാണ്. ന്യൂ പ്രൊവിഷൻ ഈസ് ഈക്വൽ ടു ഡെറ്റേഴ്സ് minus bad debts given in adjustment. ഇതിനെ നിങ്ങൾക്ക് ഫർദർ ബാഡ് ഡെറ്റ്സ് എന്നുള്ള രീതി നിങ്ങൾക്ക് വിളിക്കാം. ഇൻടു റേറ്റ് ഡിവൈഡഡ് ബൈ 100. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാ ന്യൂ പ്രൊവിഷൻ വരുന്നത്? ഡെറ്റേഴ്സ് 50,000. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലം ഈ ബാഡ് ഡെറ്റ് വന്നിരിക്കുന്നത്, ഇത് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ബാഡ് ഡെറ്റ് ആണ് നമ്മളൊന്ന് അസ്യൂം, അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ബാഡ് ഡെറ്റ് ആണെന്നൊന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല നോക്കുവാണെങ്കിൽ 52,000 മൈനസ് 2,000, അതാണ് നമ്മുടെ 50,000 എന്ന് പറയുന്നത് അല്ലെ. സോ ദെൻ 50,000 ഇൻറ്റു റേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5 ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 2,500. അങ്ങനെയാണ് നമ്മൾ 2,500 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സംശയമുള്ളവന്മാർ ഏകദേശം ഇത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. സോ 50,000 നമുക്ക് ഈ കോളത്തിലേക്ക് തന്നെ എഴുതാം. ഞാനിവിടെ കളർ തന്നിരിക്കുന്ന പച്ച, ഈ കളറിലേക്ക് വന്നപ്പോഴത്തേക്കും ഗ്രീൻ സിഗ്നൽ ആണ്. ഇത്രയും ആൾക്കാർ നമുക്ക് തരുന്നതായിട്ട് അസ്യൂം ചെയ്യാം. സോ 50,000 മൈനസ് 2,500, 47,500ന്റെ എമൗണ്ട് ഉള്ളവരാണ് ഗുഡ് ഡെറ്റ്സിന്റെ കാറ്റഗറി വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ 50,000നെ ഒന്ന് ഈ കോളത്തിലേക്ക്, റെഡ് കോളത്തിലേക്ക്, ഓറഞ്ച് കോളത്തിലേക്ക് നമുക്കൊന്ന് ഇട്ടേക്കാം. കാര്യം തരാനും തരാതിരിക്കാനും സാധ്യതയുള്ള ഓറഞ്ച് ലൈറ്റിൽ നിൽക്കുന്നതായിട്ട് നമുക്കൊന്ന് അസ്യൂം ചെയ്തേക്കാം. അതിനുശേഷം നമുക്കിവിടെ 50,000 മൈനസ് 2,500, 47,500 ആണ് ഗുഡ് ഡെറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് കൃത്യമായിട്ട് പൈസ തരാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അവർ തന്നിരിക്കും. ഇവർക്ക് വേണം എന്ത് നമ്മൾ കൊടുക്കാൻ? ക്യാഷ് ഡിസ്കൗണ്ടുകൾ ഓഫർ ചെയ്യാനായിട്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോംപ്റ്റ് പേയ്മെന്റിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇവർക്ക് വേണം ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണം പ്രൊവിഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിവിടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഇതിന് ഞാനൊരു ഫോർമുല പറയുകയാണ്. ഈസ് ഈക്വൽ ടു
debtors minus bad debt given in adjustment minus new provision into rate divided by 100. ഇതാണ് ഫോർമുല. നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡെറ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെറ്റ്സ് അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ബാഡ് ഡെറ്റ് മാത്രം കുറച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സീറോ ആണ്. തന്നിരിക്കുന്ന ഡെറ്റേഴ്സ് നമുക്ക് അങ്ങ് ചെയ്താൽ മതി, ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഡെറ്റേഴ്സ് ചെയ്താൽ മതി. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിരിക്കുന്നെങ്കിലുള്ള കാര്യമാണ്. ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ ഡെറ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെറ്റും കുറച്ച്, അഡ്ജസ്റ്റ്മെന്റിലുള്ള ബാഡ് ഡെറ്റും കുറച്ച്, ന്യൂ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അതും കുറച്ചതിന് ശേഷം റേറ്റ് വെച്ചാണ് നമുക്കിവിടെ ഈ കണ്ടീഷൻസ് ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് 52,000 മൈനസ് 2,000 മൈനസ് 2,500. അപ്പൊ നമുക്ക് 47,500 ആണ് ഗുഡ് ഡെറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഗുഡ് ഡെറ്റ് എന്നുള്ള കാറ്റഗറിക്ക് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ എക്സാം പോയിന്റിൽ ഈ ഒരു കാൽക്കുലേഷൻ ആണ് നിങ്ങൾ നോക്കുന്നത്. കാര്യം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ട കാര്യമായിരുന്നു. ഈ ലോജിക്കാണ് നമുക്ക് വേണ്ടത്. ഈ ലോജിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുന്നത്. ഓക്കെ, നമുക്കിവിടെ എത്ര ഒരു ശതമാനം നമുക്കൊന്ന് ചിന്തിക്കാം. ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, പ്രൊവിഷൻ കൊടുക്കുന്നത് 2% ആണെങ്കിൽ എത്രയായിരിക്കാം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്? 47,500 into 2 divided by 100, which is equal to how much? 950. സോ 950 ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷീറ്റില് ഫൈനല് നമ്മൾ എഴുതുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കാം? 47,500 മൈനസ് 950, 46,550 ആണ് നമ്മൾ ബാലൻസ് ഷീറ്റില് അവസാനം ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളത് പ്രത്യേകം മെൻഷൻ ചെയ്യുക. ഞാൻ അതിന് റിവോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ കൂടുതൽ എക്സസൈസുകൾ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ കൂടുതൽ എക്സസൈസുകൾ ട്രയൽ ബാലൻസിലും അഡ്ജസ്റ്റ്മെന്റിലും ഒക്കെ തന്നാൽ എങ്ങനെയായിരിക്കും, അതോടൊപ്പം തന്നെ നമുക്ക് 15 മാർക്കിന്റെ പ്രോബ്ലത്തിൽ ഇതിലേതെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചും നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം താങ്ക് യു.